ഹായ് ഹലോ, ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ശരീരത്തിന്റെ ഭാരം മൊത്തം താങ്ങുന്നത് നമ്മളുടെ കാലുകളാണ്. അതിനാൽ തന്നെ കാലുകൾക്ക് നല്ല ബലവും ആരോഗ്യവും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ചില ശീലങ്ങൾ നമ്മളുടെ കാലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നുണ്ട്. അവ എന്തെല്ലാമെന്ന് നോക്കാം. ഇന്നത്തെ ഒട്ടുമിക്ക ഓഫീസ് ജോലികളും ഇരുന്നിട്ടുള്ളതാണ്. അമിതമായി ദീർഘനേരം അടുപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ കാലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നു. അതിനാൽ തന്നെ കാലുകളിലെ ഞരമ്പുകൾക്ക് വീക്കം സംഭവിക്കുകയും നല്ലപോലെ തടിച്ച് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് കാലുകളുടെ ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ്. അല്ലെങ്കിൽ ശരീരഭാരം കൂടുന്നതിന് അനുസരിച്ച് ഇതൊരു ബുദ്ധിമുട്ടായി മാറുന്നു. ഇടയ്ക്ക് നമ്മൾ കാൽ കയറ്റിയിരിക്കുന്നത് പ്രശ്നമല്ല, എന്നാൽ ദീർഘനേരം കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുന്നത് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇത് ഞരമ്പുകൾക്ക് കൂടുതൽ പ്രഷർ നൽകുന്നു. ഇത് ഞരമ്പുകളിൽ വീക്കമുണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതിനാൽ അധിക സമയം കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുന്നത് നല്ലതല്ല എന്നർത്ഥം. പുകവലിക്കുന്നതും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാം. നമ്മളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ കാലുകളുടെ ആരോഗ്യത്തെയും ഇത് ബാധിക്കുന്നു. സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഇത് നേർത്തതാക്കുകയും ചെയ്യുന്നു. അതുപോലെ കാലുകളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ പുകവലിക്കുന്ന ശീലം അത്ര നല്ലതല്ല. ഈ ശീലങ്ങൾ നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യം ഇല്ലാതാക്കും. കൂടാതെ അമിതമായി വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ അമിതമായി വ്യായാമം ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. ഒരു ദിവസം 1 മണിക്കൂർ വ്യായാമം ചെയ്താൽ മതിയാകും. എന്നാൽ അമിതമായി വ്യായാമം ചെയ്താൽ നല്ല ആരോഗ്യം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നവരും വിരളമല്ല. നമ്മൾ അമിതമായി വ്യായാമം ചെയ്യുമ്പോൾ അമിതമായി സ്ട്രെസ് നമ്മളിലേക്ക് എത്തുന്നു. അത് പേശികൾക്കും സന്ധികൾക്കും നല്ലതല്ല. അതുപോലെ ഒരു വ്യായാമം ചെയ്ത് കുറച്ച് വിശ്രമം നൽകിയതിന് ശേഷം വേണം അടുത്തത് ചെയ്യാൻ. അല്ലെങ്കിൽ അതെല്ലാം കാൽവേദന പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അമിതമായി വ്യായാമം ചെയ്താലും പ്രശ്നമാണെന്നും വിട്ടുപോകരുത്. നമ്മളുടെ കാലുകളെ പേശികളെ ബലപ്പെടുത്തിയാൽ മാത്രമാണ് കാലിലെ എല്ലുകളിലേക്ക് ഭാരം പോകാതിരിക്കാൻ സാധിക്കൂ. ഇത് കാലുകളെ ബലപ്പെടുത്താൻ സഹായിക്കും. അതിനാൽ കൃത്യമായി കാലുകൾക്ക് വേണ്ടി കുറച്ച് സമയം വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. കാലുകളുടെ ആരോഗ്യത്തിനായി ഇനിയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. മുഖ്യമായും കാൽ എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് അനിവാര്യമായ ഒന്നാണ്. കാൽ വൃത്തിയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ പകുതി അസുഖങ്ങളും നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകും. അതുപോലെ കാൽവേദന വരാതിരിക്കാൻ നല്ല ഭക്ഷണം കഴിക്കണം. ഒപ്പം എല്ലുകളെ ബലപ്പെടുത്താൻ ശ്രമിക്കണം. ശരീരഭാരം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഭാരം താങ്ങുന്നത് കാലുകളാണെന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു. പിന്നെ പെൺകുട്ടികൾ പൊതുവെ യൂസ് ചെയ്യുന്നതാണ് ഹീൽ ചെരുപ്പുകൾ. എന്നാൽ ഇത്തരം ഹീൽ ചെരുപ്പുകൾ ധരിക്കുന്നത് കാലുകളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതിനാൽ പരമാവധി ഹീൽ ചെരുപ്പുകളുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. കൂടാതെ കാലുകൾക്ക് വേണ്ടത്ര വിശ്രമം കൊടുക്കാൻ വിട്ടുപോകരുത്. ശ്രദ്ധിക്കുക, അമിതമായ വിശ്രമം കൊടുത്താൽ രക്തയോട്ടം കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.